ഇനി നമുക്ക് ഒരു മിമിക്രി ഐറ്റം അങ്ങോട്ട് എടുത്താലോ? വേണം. അതാണ് വേണ്ടത്. ഒരു ഗംഭീര മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നതിലുപരി അദ്ദേഹം ഒരു ആങ്കർ ആണ്. ചെറിയ ഭീഷണിയുടെ സ്വരം ഞാൻ മണക്കുന്നു. അതുകൂടാതെ അദ്ദേഹം ഒരു ഡബിംഗ് ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പൊ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം. ആക്ടറാണോ നമുക്ക് വരുമ്പോ ചോദിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ശരത് ആലപ്പുഴ. ഹലോ ചേട്ടാ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു വെൽക്കത്തിന്റെ ആവശ്യമില്ല, കാരണം ഞാനൊക്കെ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ശരിക്കും ഒരു ഫാമിലിയിലേക്ക് വന്നൊരു ഫീലാണ് ശരിക്കും. അടിപൊളി. അപ്പം ആക്ടറാണോ ചോദിക്കാൻ പറഞ്ഞു? ആക്ടർ അല്ല, അതിനുവേണ്ടിയുള്ള ശ്രമമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം പാരലായിട്ട് ഡബിങ് ചെയ്യുന്നുണ്ട്. ഡബിങ് ഉണ്ട്. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഡബിങ് ആണ്, പിന്നെ ഷോസ് ഒക്കെ ആങ്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റത്തിലേക്ക് വേഗം തന്നെ കടക്കാം അല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിന്റെ നിയമസഭയിൽ ധവളപത്രം സമർപ്പിച്ചല്ലോ. അപ്പൊ അതിൽ നമുക്കൊരു പൊതുകടം വന്നിട്ടുണ്ട് നിലവിൽ. അപ്പൊ ഈ കടം വീട്ടാനായിട്ട് കുറച്ച് രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ കടം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിപത്താണ്. നിങ്ങൾ ചോദിച്ചല്ലോ ഇതാരാണ് എങ്ങനെയാണെന്നുള്ളത്. ഞാനല്ല മറുപടി പറയാം, മനസ്സിലായില്ലേ? ഈ കടം എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. കൊടുത്ത ആളും അതുപോലെ തന്നെ അത് വാങ്ങിയ ആളുമാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഗ്യാസിൻ്റെ കാര്യം ഒരു വലിയ ഇഷ്യൂ ആണ്. ഗ്യാസിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് ശരാശരി 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഏകദേശം 12 രൂപ മതി ഗ്യാസിന്. നമ്മൾ പുറത്തു വിടുന്ന ഗ്യാസ് അല്ല, അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടത്, മനസ്സിലായി? പിന്നെ അത് പൊല്യൂഷന് കാരണമാകും. പിന്നെ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കും, അത് ഭയങ്കര പ്രശ്നമാകും പിന്നീട്. അപ്പം എന്തായാലും ഇതിങ്ങനെ തന്നെ പോട്ടെ. അതിൻ്റെ ഉത്തരവാദികൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടില്ല. ഇനി ശ്രീ രമേശ് പിഷാരടി, നമുക്കറിയാം ബിജുകുട്ടൻ ചേട്ടൻ നമ്മുടെ സ്വന്തം രമേശ് ചേട്ടൻ ഇപ്പോൾ പാലക്കാട് MLA ആയി. അപ്പൊ രമേശ് ചേട്ടനോടാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. ഈ കടത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വേറൊന്നുമല്ല, കേരളം മൊത്തത്തിൽ കടത്തിൽ നിൽക്കുകയാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയാൻ, ഒരു പൗരനെന്ന രീതിയിലും നിലവിൽ പാലക്കാടത്തെ MLA എന്ന രീതിയിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഒരുപാട് കഥകൾ എഴുതുന്ന ഒരാളാണ്, കഥകൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ എൻ്റെ കഥകളെല്ലാം കൂടെ കൂട്ടി വെച്ച് ഞാൻ അന്യഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനുള്ളൊരു പരിപാടിയും കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് കടങ്ങൾ വീട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാട് കുറച്ച് ലൈബ്രറി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാലക്കാട് ലൈബ്രറിയിൽ എൻ്റെ കഥകൾ തന്നെയുള്ള കുറച്ച് പുസ്തകങ്ങൾ അവിടെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ ആരോഗ്യമന്ത്രി മുരളീധരൻ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പറയുക എന്നുള്ളത് നോക്കാം. അല്ല, ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ കയറിയതല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് പരിശോധിച്ച് നോക്കിയതിന് ശേഷം എൻ്റെ MLA ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം തരിക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവട്ടെ. വീണ്ടും നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിലേക്കാണ് പോകുന്നത്. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, കടവല്ലേ, കടമെന്ന് പറയുന്നത് ഏത് ഗവൺമെൻറ് വരുന്നൊരു കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സഭാനാഥനാണ്. അതിൻ്റെ ഒരു ഡെക്കോറാൻഡം ഉണ്ട്, അത് പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് ഒരു ഡെക്കോറാൻഡം ഉണ്ട്, ആ ഒരു സിസ്റ്റമുണ്ട് നമുക്ക്. അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ഓൾറെഡി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. 20 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്ലാമറൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അല്ല, നാക്കുവഴി ആർക്കും പറ്റുമല്ലോ. ഇതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? നാക്കുവഴി ആർക്കും പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് മോനെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഈ കടത്തിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. വീണ്ടും നമ്മൾ അടുത്തൊരു നേതാവ് ഡൽഹിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ AK ആന്റണിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയായിരിക്കും നോക്കാം. കടമെന്ന് പറയുന്ന ഏത് ഗവൺമെൻറ് വന്നാലും
കടം എല്ലായിടത്തും ഉണ്ട്. കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാത്തൊരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് അൺഡിസിപ്ലിൻ ടു ദ പാർലമെന്റ് പാർട്ടി ടു ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതൊരു ഒരു 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 എൻഡിങ് ഇല്ലാത്തൊരു പ്രോസസ്സാണ്. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അർഹതപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ കടം മേടിച്ച് മുടിയുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് എന്നെ ഒരു അർഹതപ്പെട്ട പൊസിഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. വീണ്ടും നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോകുന്നു. ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ്, അതായത് ഈ കടമെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടപ്പാ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എൻ്റെ ഒരു എന്താ പറയുക, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കടം വാങ്ങരുത്, കൊടുക്കരുത്, വിൽക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതെടുത്ത് മീഡിയക്കാരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. താങ്ക് യു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്റെ ഒരു ഭാവനയിലൂടെ ഞാനൊന്ന് ട്രാവൽ ചെയ്തതാണ്. ഇതല്ലാതെ വേറെ കുറെ ശബ്ദം എടുക്കുമല്ലോ, ഗായകന്മാരുടെ ശബ്ദം എടുക്കും. ഈ വേണുഗോപാൽ സാറിനൊക്കെ ചെയ്യില്ലേ? വേണുചേട്ടനെ ആദ്യമായിട്ട് ചെയ്യാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ഈ ഫ്ലോറിൽ തന്നെ, ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ വേണുചേട്ടൻ റിയാലിറ്റി ഷോകളിലൊക്കെ വരുമ്പോൾ അവിടെ വരുന്ന കുട്ടികളോട് പറയുന്നൊരു ശൈലിയുണ്ട്. അത് നമുക്ക് നോക്കാം. ശ്രേയക്കുട്ടി, മോള് അസാധ്യമായിട്ട് പാടിട്ടോ. മോള് പാടുമ്പോഴ് നമുക്ക് ആ പാട്ടിന്റെ സൃഷ്ടാക്കളെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അസാധ്യമായിരുന്നു എന്നാണ് മോളുടെ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഒരു സിംഗർ പാടുമ്പോൾ അവരുടെ മൈൻഡ് ഔട്ടാകാറുണ്ട്. മോള് പാടുമ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ സൃഷ്ടാക്കളെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അസാധ്യമായിരുന്നു കേട്ടോ മോളെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ജയറാമേട്ടന് എനിക്കൊരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ അടുത്തിടയ്ക്ക് 2 സിനിമ ജയറാമേട്ടനെ ഡബ് ചെയ്യാൻ പറ്റി. അത് അടുത്തിറങ്ങിയ റെട്രോ എന്ന് പറയുന്ന സൂര്യയുടെ സിനിമയിൽ മലയാളം വന്നപ്പോൾ ഞാനാണ് അതിൽ ജയറാമേട്ടനെ ഡബ് ചെയ്തത്. പക്ഷെ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ജയറാമേട്ടൻ ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും നമുക്ക്. ഒരു പ്രത്യേക ശൈലിയാണ് ജയറാമേട്ടനും. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. ഈ ഐറ്റം വേറെ എന്ന് പറയുന്നൊരു പരിപാടി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമാണ്. ഞാൻ ഈ പലപ്പോഴും ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, യൂട്യൂബിലും ഒക്കെ കാണാറുണ്ട്. തന്നെയല്ല അശ്വതി എപ്പോഴും പറയുന്നൊരു കാര്യം, ഇത്രയും ഹാസ്യം നിറഞ്ഞ കലാകാരന്മാർ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു വലിയ ഷോയാണ്. ബിജുക്കുട്ടനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും ഒരു പക്ഷേ. അതായത് നമ്മൾ പണ്ടൊക്കെ ഒരു ഐറ്റം എടുക്കാൻ വിടുന്ന പാട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് ഒരു ടൈറ്റിൽ വരിക, ഐറ്റം വേറെ, അതിലൊരുപാട് മിമിക്രി കലാകാരന്മാർ, വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ഈ വേദിയിൽ വന്നതിൽ. താങ്ക് യു സോ മച്ച്. ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. നമുക്ക് യൂത്ത് ഐക്കൺ പൃഥ്വിരാജിന്റെ, അദ്ദേഹം ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കാൻ നോക്കാം. ആക്ച്വലി ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഹ്യൂമർ എന്ന് പറയുന്ന സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നും റെഡിയാവാത്തൊരു കാര്യമാണ്. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരുപാട് സിനിമകൾ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഹ്യൂമർ അത്ര ഇങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. തന്നെയല്ല, നിങ്ങളെപ്പോലുള്ള വലിയ കലാകാരന്മാരെ കാണുമ്പോൾ എനിക്ക് ഐ വാസ് സർപ്രൈസ്. ഒന്നും പറയാനില്ല ഇതിനകത്ത്. ഒരുപാട് കലാകാരന്മാർ ഈ വേദിയിൽ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത്ര വലിയ ലെജൻഡിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ, അവരുടെ കമൻസ് ഏറ്റുവാങ്ങുക, ഇതൊക്കെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. എന്തായാലും ഇവിടെ വരുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഇനിയും കേൾക്കണമെന്നുണ്ട്. ഇനി നമ്മൾ പഴയകാല നടന്മാരുണ്ട്. ഇപ്പം നെടുമുടി വേണുചേട്ടൻ, ശങ്കരാടി ചേട്ടൻ, ഇവരെയൊക്കെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. പക്ഷെ പുതിയ തലമുറ അവരുടെ ശബ്ദം അനുകരിക്കുന്നില്ല അധികം. പൊതുവെ എന്താ പറയുക, മിമിക്രി അങ്ങനെ ചെയ്യുമ്പോഴത്തേനും പഴയ ആളുകളുടെ ശബ്ദം എന്ന് പറയാറുണ്ട്. പക്ഷെ അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അത്രയും നമ്മുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ളതാണ്. അപ്പൊ ശങ്കരാടി ചേട്ടൻ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ശങ്കരാടി ചേട്ടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. അടിക്ക് അന്തകനം വീഴുമെന്ന് കേട്ടിട്ടുണ്ട് രമേശൻ നായർ. കാരക്കുട്ടി ദാസൻ എന്ന് പറയുന്ന ഈ നിൽക്കുന്ന ശുദ്ധ തെമ്മാടീനെ ഈ നിലയെത്തിച്ച രമേശൻ നായർ ഒറ്റ ഒരാളാണ്. ഈ ദാസനെ ഈ നിലയിലെത്തിക്കാൻ രമേശൻ നായർ എടുത്ത പങ്കെന്ന് പറയുന്നത്, ഇന്ന് തന്നെ നമ്മൾ പഞ്ചായത്ത് കൂടി ഒരു യോഗം പിരിക്കുന്നു, രമേശൻ നായരെ ആദരിക്കാൻ പോകും.
എന്താ പിന്നെ ഞാൻ അങ്ങടെ താങ്ക് യു. അല്ല, അബീക്കയുടെ ശബ്ദം. കിടിലം, കിടിലം. അബീക്കാരെ വോയിസ് കൊടുക്കല്ലോ അബീക്കയുടെ വോയിസ് ഓക്കെ. ഞാൻ ഈ ഫ്ലോറിൽ തന്നെയാണ് അബീക്കയുടെ വോയിസ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അബീക്ക ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം സംസാരിക്കുന്നൊരു രീതി. മീനാക്ഷി, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സംക്രാന്തി എൻ്റെ കൂടെ കുറേ നാളുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ സാഗറിലാണെങ്കിലും അല്ലെങ്കിൽ വിദേശ പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമും വേദിയൊക്കെ പങ്കിട്ട ഒരാളാണ് സംക്രാന്തി. പിന്നീട് അവനെ പിടിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരിക്കൽ ഞാൻ മൂവാറ്റുപുഴയിൽ ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് പോയ സമയത്ത് ഇവനെ ഇങ്ങനെയും കോട്ടയത്തോട്ട് പോകുന്നത് കണ്ടു. അപ്പം അന്നാണ് ഇവനെ ഞാൻ പിന്നെ കാണുന്നത്. പിന്നെ ഇവൻ ഒരുപാട് എല്ലാ ചാനലുകളിലേക്കും ഇവൻ്റെ ഒരു യാത്രയായിരുന്നു. അപ്പം എന്തായാലും ബിജുക്കുട്ടനും മോശമൊന്നുമല്ല. അപ്പം എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ വാഴ കണ്ടു കേട്ടോ, അസാധ്യമായിരുന്നു, ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. മോൻ്റെ ബിജുവിൻ്റെ ബിജു ഒക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ബിജു ഒക്കെ. ഇപ്പം ബിജു അത്തരത്തിലേക്ക് ഒരു പെർഫോമൻസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് താങ്ക് യു. അയ്യോ. അപ്പൊ അതുപോലെ അസീസ് എന്നൊക്കെ പറയുമ്പോൾ അസീസിന്റെ ഒക്കെ പ്രോഗ്രാം ഞാൻ ജഡ്ജ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ അസീസ് ഇന്ന് മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാനില്ലാത്തൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. നന്ദി, നമസ്കാരം. അടിപൊളി, അടിപൊളി. എനിക്ക് തോന്നണേ ഇനി ഒരു വരവ് കൂടി വരണ്ട് വരും. സ്റ്റോപ്പ് ചെയ്യണ നല്ലത്. ആണല്ലേ? അതെ, സത്യമായിട്ടും. അത്ര മാത്രം സ്റ്റാർസിനെ ചെയ്യുമല്ലേ? ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കൂടുതലും ഡബ്ബിങ്ങിലാണ് ഇപ്പം അതിന്റെ ഒരു കൂടുതലും ഡബ്ബിങ്ങിലാണ്. പിന്നെ ചെറിയ അസോസിയേഷൻ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെഫ്കയുടെ മെമ്പറാണ് ഞാനിപ്പോൾ. അപ്പൊ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പൊ ജയറാമേട്ടന്റെ റിട്രോയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. വേറെ ഏതൊക്കെയാ? വേറെ ഇപ്പൊ ഞാൻ പുഷ്പയിലെ വില്ലന് ഞാനാണ് ചെയ്തത്. അത് ശരി. ഫഗതല്ല, അത് രണ്ടാമത് ക്ലൈമാക്സിൽ വരുന്ന ഒരു വില്ലനുണ്ട്, ബൊക്കാറട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന് ഞാനാണ് ചെയ്തത്. അതുപോലെ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ അടുത്തിറങ്ങിയ ഡ്യൂഡിൽ പ്രദീപ് രംഗനാഥന് ഞാനാണ് ചെയ്തത്. ആണോ? അതെ. മൈജിയുടെ ലേറ്റസ്റ്റ് ആഡും ഒക്കെ, ഇനാഗുറൽ ഫംഗ്ഷന്റെ ആഡും ഒക്കെ ഞാനാണ് ചെയ്തത്. പറഞ്ഞ ഒരുപാടുണ്ട്. 2 മണിക്കൂർ ഒരു ദിവസം മൊത്തം നിൽക്കുക. ഇങ്ങനെ പോകുന്നല്ലേ? അതാണ് ഒരു വരവ് കൂടെ വരണമെന്ന് പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും വരും. ഇത് പെട്ടെന്നുള്ളൊരു വിളിയും ഒരു വരവും കൂടിയായിരുന്നു. പക്ഷെ എല്ലാ ഐറ്റവും ഒന്നിനൊന്ന് വെച്ചായിരുന്നല്ലേ? പൃഥ്വിരാജൊക്കെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന അടിപൊളി സാധനം.